നമ്മൾ ഒരാൾക്ക് നൽകുന്ന വാക്കാണ് അവർക്ക് നമ്മളോടുള്ള വിശ്വാസം. ചിലതൊക്കെ അസഹനീയമാണ് എന്ന് തോന്നുമ്പോൾ, ചിലതൊക്കെ തിരുത്താൻ കഴിയില്ല എന്ന് തോന്നുമ്പോൾ, ചിലതൊക്കെ പൊട്ടിച്ചെറിയാൻ കഴിയുന്നില്ലെങ്കിൽ ജീവിതം എന്നും തടവറയിലാകും. ഒരു ക്ഷമ പറച്ചിലിൽ എല്ലാം പൊറുക്കുവാൻ സാധിച്ചാൽ, ഒരു ചിരിയിൽ എല്ലാം മറക്കാൻ സാധിച്ചാൽ, അതാണ് ഏറ്റവും ശക്തമായ സ്നേഹബന്ധം. സമയം, വ്യക്തി, ബന്ധം ഇങ്ങനെ ചിലത് നഷ്ടപ്പെട്ടതിന് ശേഷമായിരിക്കും പലർക്കും വില മനസ്സിലാകുന്നത്. നിങ്ങളുടെ മൂല്യം നിങ്ങളിലാണ്, അല്ലാതെ മറ്റുള്ളവരുടെ കണ്ണുകളിലല്ല. അതുകൊണ്ട് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് കാത്തു നിൽക്കേണ്ട. തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ മാപ്പ് പറയാൻ മടി വേണ്ട. അതിൽ അഭിമാനം നഷ്ടമാവുന്നില്ല, പകരം ബഹുമാനം ഉണ്ടാകുന്നു. ചേർന്ന് നിൽക്കാൻ ആളുണ്ടായിട്ട് കാര്യമില്ല, ചേർന്ന് പോകുന്ന ഒരു മനസ്സും വേണം. അല്ലെങ്കിൽ ഒറ്റപ്പെട്ട പോലെ തന്നെ ജീവിതം. നമുക്ക് നന്നായി അറിയാമെന്ന് കരുതുന്ന ആളുകൾ ആണെങ്കിലും അവരിലുമുണ്ട് നമുക്കറിയാത്ത മറ്റൊരു മുഖം. നമ്മുടെ ജീവിതം ഒരു വലിയ രഹസ്യമാണ്. നമ്മൾ എവിടെ എത്തുമെന്നോ എപ്പോൾ അവസാനിക്കുമെന്നോ ആർക്കും അറിയാൻ കഴിയാത്ത രഹസ്യം. ചിലപ്പോഴൊക്കെ ജീവിതം അങ്ങനെയാണ്. നമ്മുടെ മനസ്സ് എന്തിനു വേണ്ടി ആഗ്രഹിക്കുന്നുവോ അത് നമ്മുടെ കയ്യെത്തും ദൂരത്താണെങ്കിലും നഷ്ടപ്പെട്ടു പോകും. ഒരു പ്രാവശ്യം ശ്രമിച്ചാൽ അത് സ്വപ്നം, 2 പ്രാവശ്യം ശ്രമിച്ചാൽ അത് ആഗ്രഹം, പല പ്രാവശ്യം ശ്രമിച്ചാൽ അത് ലക്ഷ്യം. ശ്രമിച്ചുകൊണ്ടിരിക്കുക, ലക്ഷ്യം നേടുന്നതുവരെ. ഇരുട്ടിൽ ഒറ്റയ്ക്ക് നടന്ന് അതിജീവിച്ചാൽ വെളിച്ചത്തിൽ നമുക്ക് ഒരാളുടെയും കൂട്ടിൻ്റെ ആവശ്യം വരില്ല. ചുമതല കഴിഞ്ഞാൽ ചുമരിലെ വെറും ചിത്രങ്ങളായി ചുരുങ്ങിപ്പോകുന്നവരാണ് പലരും. നമ്മൾ പലർക്കും വേണ്ടി ജീവിച്ച് സ്വയം ജീവിക്കാൻ മറന്നുപോയവർ. പ്രതീക്ഷകൾ തെറ്റുമ്പോൾ എല്ലാവരിലും മാറ്റങ്ങൾ സംഭവിക്കും. അത് അഹങ്കാരം കൊണ്ടാണ് എന്ന് മറ്റുള്ളവർ വിലയിരുത്തും. പക്ഷെ അനുഭവിച്ചവർക്കറിയാം അത് ആ മനസ്സിൻ്റെ വേദന കൊണ്ട് മാത്രമാണ് എന്ന്. ആരെങ്കിലും നിങ്ങളെക്കുറിച്ച് നിങ്ങളില്ലാത്തപ്പോൾ സംസാരിക്കുന്നുവെങ്കിൽ ഒന്നുറപ്പിച്ചോളൂ, നിങ്ങൾ അവരെക്കാൾ മുന്നിലോ ഉയരത്തിലോ ആണെന്ന്. ദൈവം നമുക്ക് തന്ന ഒരു വരദാനമാണ് ചിരി. അതിനെ ദേഷ്യം കൊണ്ട് മറയ്ക്കാനോ കണ്ണുനീർ കൊണ്ട് കഴുകാനോ ഒരിക്കലും അനുവദിക്കരുത്. നിങ്ങളെ വെറുക്കുകയും പുച്ഛിക്കുകയും തരം താഴ്ത്തുകയും ചെയ്യുന്നവർക്ക് വില നൽകാതിരിക്കുക. ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാവും. എന്നാൽ അവ നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്നത് നമ്മൾ അവയെ സമീപിക്കുന്ന രീതി അനുസരിച്ചായിരിക്കും. മറക്കാൻ കഴിയുക എന്നത് വലിയൊരു കഴിവാണ്. ഉപയോഗശൂന്യമായതെല്ലാം മറക്കേണ്ടതുണ്ട്, ഉപയോഗപ്രദമായതെല്ലാം ഓർക്കുന്നതിനു വേണ്ടി. തനിക്കുള്ള അറിവ് കൊണ്ട് ഒരാളെ അപമാനിക്കുമ്പോൾ അല്ല, മറിച്ച് മറ്റൊരാൾക്ക് ഗുണം ഉണ്ടാവുമ്പോഴാണ് ശരിക്കും അവർ അറിവുള്ളവർ ആകുന്നത്. ജീവിതം പലർക്കും ഒരു പരീക്ഷണമാണ്. ഏത് തരത്തിലുള്ള പ്രതിസന്ധികൾ വന്നാലും തരണം ചെയ്ത് മുന്നോട്ടു പോകാൻ കഴിയണം. സാഹചര്യം എല്ലാവരെയും മനസ്സിലാക്കാൻ സഹായിക്കും. എന്നാൽ സ്നേഹത്തിലായിരിക്കുമ്പോൾ ആരെയും മനസ്സിലാക്കാൻ കഴിയില്ല.